നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? അതെ, നമ്മുടെ ഹൃദയം ദിനം പ്രതി 1,00,000 തവണ പിടിച്ച് രക്തം പമ്പ് ചെയ്യുന്നു. പക്ഷേ സമ്മർദ്ദവും ഫാസ്റ്റ് ഫുഡും നമ്മുടെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു. അതിനാൽ ദിവസവും കുറച്ച് നടക്കുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തെ ശക്തമാക്കാൻ മികച്ചൊരു വഴിയാണ്. ഓരോ ആളുകളും നടക്കുന്നത് കണ്ടാൽ തന്നെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു ധാരണ കിട്ടും. ചടുലമായി നേരെ നടക്കുന്നവർ എനർജിയുള്ളവരും ഫിറ്റുമായിരിക്കും. എന്നാലോ മന്ദമായി കുനിഞ്ഞു നടക്കുന്നവർക്ക് ക്ഷീണമോ ടെൻഷനോ ഉണ്ടാകാം. ഒടുവിൽ നടത്തം ശരീരത്തിന്റെ ഹെൽത്ത് സിഗ്നൽ തന്നെ. ശരി, ഇനി ഏതായാലും ജിമ്മ് നാളെ മുതൽ തുടങ്ങാം. പക്ഷേ ഓരോ പ്രാവശ്യവും പപ്സിൻ്റെയും ബർഗറിൻ്റെയും മുന്നിൽ അതെല്ലാം തോൽക്കുകയായിരുന്നു. തൻ്റെ ബോഡി ഫിറ്റാക്കാതെ മറ്റുള്ളവരുടെ ബോഡി ഫിറ്റാകുന്നത് കണ്ട് ലൈക്ക് അടിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറ. ഭക്ഷണം അവനെ താൽക്കാലികമായി സന്തോഷിപ്പിച്ചെങ്കിൽ ശരീരം മന്ദമായി തുടങ്ങി. ഈ ജങ്ക് ഫുഡുകളും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഒരു 2 സ്റ്റെപ്പ് കയറാൻ പറ്റാതെ ലിഫ്റ്റ് കയറുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഒട്ടനവധി പേരുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീര സജ്ജത കുറയുന്നതിൻ്റെ അടയാളമാണ്. ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, അതിനൊപ്പമുള്ള ചലനവും എത്രമാത്രം പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിലോ ലിഫ്റ്റ് ആശ്രയിക്കുന്നവരായി നിൽക്കേണ്ടി വരും നമ്മളെല്ലാവരും. ഓരോ ചുവടും പ്രതീക്ഷയാണ്. ഓരോ നടപ്പും ഒരു ജീവൻ രക്ഷിക്കുന്നു. നമുക്ക് നടക്കാം, നമുക്ക് ജീവിക്കാം, ഒരു ചുവട് മാറ്റത്തിനായി.